ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 5 നമുക്ക് പഠിക്കാനുള്ളതാണ് സെപ്റ്റിക് ടാങ്ക്, ഇൻഹാഫ് ടാങ്ക്, ഓക്സിഡേഷൻ ഡിച്ച്, ഓക്സിഡേഷൻ പോണ്ട്സ്, എയറേറ്റഡ് ലഗൂൺസ് ആൻഡ് UASB റിയാക്ടേഴ്സ്. അതിൽ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ ഡിച്ച്, ഓക്സിഡേഷൻ പോണ്ട് ആൻഡ് aerated lagoons ആണ്. So let us see what is an oxidation ditch. Or oxidation ditch എന്ന് പറഞ്ഞാൽ simply you can say it is an extended version of aerated activated sludge process. എന്താണ് activated sludge process എന്ന് നമുക്കറിയാം അല്ലേ? So we will be passing the influent water to an aeration tank. Then after keeping it in suspension for some time, for allowing a particular detention time, this will be passed through a clarifier. അപ്പോൾ clarifier settle ചെയ്യുന്ന sludge-ന്റെ ഒരു portion, ഒരു fresh sludge we will be supplying it back to the aeration tank. അപ്പോൾ ആ ഒരു ബാക്ക് സപ്ലൈ കൊടുക്കുന്ന സ്ലഡ്ജിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ ഡിച്ചും അത്തരത്തിലുള്ള ഒരു മോഡിഫൈഡ് വേർഷൻ ഓഫ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാർജ് സർക്കുലർ ബേസിനാണ്. പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലാർജ് സർക്കുലർ ബേസിനാണ് യൂസ് ചെയ്യുക വിത്ത് പ്രോപ്പർ സപ്പോർട്ടിംഗ് aerating devices. Okay, അപ്പോൾ ഇത്തരത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? It will remove organic matter through various processes like adsorption, oxidation and decomposition. അപ്പോൾ ലോങ് റിട്ടൻഷൻ ടൈം കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു കീപ്പ് ഇൻ സസ്പെൻഷൻ, ഇവിടെ നിന്ന് ഇൻഫ്ലുവൻറ്റ് വാട്ടർ വരും, എംഫ്ലുവൻറ്റ് വാട്ടർ വിൽ ബി മൂവിങ് ഔട്ട്വേർഡ്. അപ്പോൾ ഈ ഒരു ടൈമിൽ പ്രോപ്പറായിട്ട് സസ്പെൻഷനിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഏകദേശം ഒരു 0.3 to 0.4 meter/second വെലോസിറ്റി കീപ്പ് ചെയ്യും, സോ ദാറ്റ് ദ പാർട്ടിക്കിൾസ് വിൽ നോട്ട് സെറ്റിൽ ഡൗൺ ഇൻ ദിസ് ചേംബർ. ഈ ചേംബറിൻ്റെ അകത്ത് സെറ്റിൽമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള വെലോസിറ്റി കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണോ ഇൻഫ്ലുവൻറ്റ് വാട്ടർ കൊടുക്കുന്നത് ഇതേ പോയിന്റിലേക്ക് തന്നെയാണ് റിട്ടേൺ സ്ലഡ്ജും വന്ന് മീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടും ഒരു റോട്ടറിന് അപ്സ്ട്രീം സൈഡിലായിരിക്കും ഇൻഫ്ലുവൻറ്റ് വാട്ടർ ആൻഡ് റിട്ടേൺ സ്ലഡ്ജ് വിൽ ബി ജോയിനിങ്. അതിനുശേഷം അത് മൂവ് ചെയ്യും ത്രൂ ആൻ റോട്ടർ പ്രോപ്പറായിട്ട് എയറേഷൻ കൊടുക്കും. ഓക്കെ, ആൻഡ് ജോമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും? ഈ എഫ്ലുവൻറ്റ് വാട്ടർ പുറത്തേക്ക് പോകും. Okay, this is how the arrangement will be looking like. If you want to see the figure, see over here, this is the influent water. The oxidation dish will be this one. Proper at aeration കൊടുക്കാൻ വേണ്ടി റോട്ടർ ഉണ്ട്. ഓക്കെ, റോട്ടർ വഴി റൊട്ടേറ്റ് ചെയ്ത് ഓക്സിജൻ സപ്ലൈ കൊടുത്ത് പ്രോപ്പറായിട്ട് ഡികമ്പോസിഷൻ നടന്നതിന് ശേഷം എഫ്ലുവൻറ്റ് വാട്ടർ വിൽ ബി മൂവിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ക്ലാരിഫയറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സെറ്റിൽമെന്റ് നടക്കുന്നത്. ഈ ക്ലാരിഫയറിൽ സെറ്റിൽ ചെയ്യുന്ന ഒരു പോർഷൻ എന്ത് ചെയ്യും? ബാക്ക് ടു ഇൻഫ്ലുവൻറ്റ് വാട്ടർ ഓക്സിഡേഷൻ ഡിച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബാക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, വേസ്റ്റ് ആയ സ്ലഡ്ജ് മെറ്റീരിയൽ എന്ത് ചെയ്യും? നമ്മൾ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് ടാങ്കിലേക്ക് കൊടുക്കും. ഓൺലി ദ റിട്ടേൺ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വിൽ ബി പാസിംഗ്, എ പോർഷൻ വിൽ ബി പാസിംഗ് ത്രൂ ദി ഓക്സിഡേഷൻ ഡിച്ച്. ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ബി. Now, the oxidation ditch can be typically of two types, intermittent flow type or continuous flow type. അപ്പോൾ intermittent flow type ആണെങ്കിൽ no separate settling tanks will be used. സെയിം ടാങ്ക്, സിംഗിൾ ടാങ്കിൻ്റെ അകത്ത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മിക്സിങ്ങും സെറ്റിൽമെൻറ്റും ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ ഡിറ്റർമിൻ പീരീഡിലേക്ക് നമ്മൾ ഫ്ലോ പാസ് ചെയ്തതിന് ശേഷം അത് സസ്പെൻഷൻ ഫോമിൽ പ്രോപ്പറായിട്ട് എയറേഷൻ കൊടുത്തിട്ട് വെക്കും. After that, we will keep again the same tank, same ditch for settling purpose. Okay, and the supernatant and overflowing water will be collected through the outlet as effluent. Okay, മുകളിൽ ക്ലിയർ ആയിട്ട് വരുന്ന വാട്ടറിനെ നമ്മൾ എഫ്ലുവൻ്റ് ആയിട്ട് കളക്ട് ചെയ്യും. താഴേക്ക് ഡൗൺ സെറ്റിൽ ചെയ്ത് ബോട്ടത്തിലേക്ക് സെറ്റിൽ ചെയ്യുന്ന സർപ്ലസ് സ്ലഡ്ജ് എന്ത് ചെയ്യും? അത് സിംഗിൾ ടാങ്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിമൂവ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് അനദർ ഡ്രോബാക്ക് ഓൾസോ, because continuous removal also is required. കാരണം സെയിം ടാങ്ക് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? സെറ്റിൽമെന്റിനും സസ്പെൻഷനും വേണ്ടി യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പിലാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ പോലെ സെപ്പറേറ്റ് ക്ലാരിഫയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ക്ലാരിഫയറിൻ്റെ അകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ സെറ്റിൽമെന്റ് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഒരു പോർഷൻ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റിട്ടേൺ ബാക്ക് ടു ദി ഓക്സിഡേഷൻ ഡിച്ച്. ആക്റ്റീവ് സ്ലഡ്ജ് ആയിട്ട് ബാക്ക് ടു ദി ഡിച്ചിലേക്ക് സപ്ലൈ ചെയ്യും. ബാക്കിയുള്ളത് എന്ത് ചെയ്യും? വേസ്റ്റ് വാട്ടർ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിലേക്ക് forwarding. Okay, so after proper sludge treatment it will be disposed.
അപ്പോൾ ഇത്തരത്തിലാണ് continuous flow type oxidation ditch and intermittent flow type will be working. Now if you want to see what are the advantages of oxidation ditch. Oxidation ditch ന്റെ ഏറ്റവും വലിയൊരു advantage proper ammonium removal will be occurring. It will convert the ammonia into nitrates. Okay. ഇനി ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി different types of microorganism will be utilized. ഓരോ microorganismനും ഓരോ level of pH ഉണ്ട് in which they will be very much active. അപ്പോൾ ചില pH ranges തന്നെ certain microorganismsന് അത് ഭയങ്കര level difference ഉണ്ടാവും. A group will be having a particular pH level in which they will work. Another group will be having another different pH level in which they will work. അത്തരത്തിൽ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ we can use different set of ditches in which a particular set of microorganism acting for a particular pH can be used in one set. ആ ditchൽ നമ്മളൊരു particular pH level maintain ചെയ്ത് അവിടെ ആ microorganismsന് ഫങ്ഷൻ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ആക്കി എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് സെക്കൻഡ് ditchൽ ഡിഫറെന്റ് ലെവൽ ഓഫ് pH സെറ്റ് ചെയ്യും. അവിടെ ആ ഒരു തരത്തിൽ ആ ഒരു റേഞ്ചിൽ വർക്ക് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും ആ ditchൽ ഉണ്ടാവുക. സോ ദാറ്റ് ഇങ്ങനെ രണ്ട് ലെവൽ pHൽ മോർ എഫിഷ്യന്റ് റിമൂവൽ ഓഫ് ബിയോഡി വിൽ ബി occurring. അത്തരത്തിൽ നമുക്ക് ഡിഫറെന്റ് ലെവൽ ditchന്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മോർ സ്റ്റേബിൾ, കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ സപ്ലൈ കൊടുക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കുറവാണ്, കാരണം ചെറിയൊരു റോട്ടർ മെക്കാനിസം ഫോർ aeration only has to be used. Okay, and if you are using a secondary clarifier for settlement of sludge, there is no need of external manual cleaning of oxidation ditch. So these are the benefits of using an oxidation ditch. Okay, so this is how an oxidation ditch will be looking like. Okay, അപ്പോൾ ഫസ്റ്റ് ഓക്സിഡേഷൻ പോണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തതാണ് stabilization ponds or oxidation ponds. ഇതിന് എന്തും കൂടി പറയും, ഓക്സിഡേഷൻ പോണ്ട്സ്. ഓക്കെ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന വേസ്റ്റ് ട്രീറ്റ് ചെയ്യാനും പെർട്ടിക്കുലർലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ. ഇൻ കമ്പാരിസൺ വിത്ത് ദ പ്രീവിയസ് വൺ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് വിൽ റിക്വയർ ലോങ് ഡിറ്റൻഷൻ പീരീഡ് ഈവൻ ഫ്രം ഫ്യൂ ടു സെവറൽ ഡേയ്സ്. അപ്പോൾ ഇത് നമ്മൾ മാൻമെയ്ഡ് സിസ്റ്റം ആണ്, ഒരു പർട്ടിക്കുലർ ബോഡി ഓഫ് വാട്ടർ ഡെവലപ്പ് ചെയ്ത് എടുത്ത് അതിൻ്റെ അകത്ത് ബൈ നാച്ചുറൽ ആക്ടിവിറ്റി, മാൻമെയ്ഡ് ആണെങ്കിൽ പോലും മാൻമെയ്ഡ് പോണ്ട് ആണ്, ബട്ട് ബൈ നാച്ചുറൽ ആക്ടിവിറ്റി ദ ഓർഗാനിക് വേസ്റ്റ് വിൽ ബി സ്റ്റെബിലൈസ്ഡ് ഓർ ഓക്സിഡൈസ്ഡ്. ഓക്കെ, ആൻഡ് ഹിയർ ഒരു ഷാലോ ആയിട്ടുള്ള ഒരു പോണ്ട് സിസ്റ്റം ബൈ എർത്തൺ എംബാങ്കിങ്, സാധാരണ ഒരു കുളം പോലെ ഡെവലപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് എർത്തൺ ബാങ്ക്സ് കൊടുത്ത് സാധാരണ ഒരു കുളം പോലെ ഡെവലപ്പ് ചെയ്തെടുത്ത് കുളം പോലെ ഡെവലപ്പ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നാച്ചുറൽ ആക്ടിവിറ്റി ബൈ വിൻഡ് ബൈ എ പ്രോപ്പർ എയറേഷൻ ആണ് ഈ സ്റ്റെബിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ദർ വിൽ ബി ഹ്യൂജ് സപ്ലൈ ഓർ സപ്ലൈ ഓഫ് സൺഷൈൻ. എവിടെയൊക്കെയാണ് നല്ല വെയിൽ കിട്ടുന്നത്, നല്ലൊരു സ്ഥലം നമുക്ക് ഇത്രയും ഏരിയയിൽ ഒരു പോണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സ്ഥലത്തിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇത് പെർട്ടിക്കുലർലി എവിടെയാണ് നമ്മൾ ചെയ്യുക, നല്ല അതായത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക. അത് തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടി വരും. അതല്ലാതെ ലാർജ് ഏരിയയിൽ നിന്ന് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മെത്തേഡ് പ്രിഫർ ചെയ്യുക. ഈ ഒരു സ്റ്റെബിലൈസേഷൻ പോണ്ട്സ് നമ്മൾ മെയിൻലി 3 ടൈപ്പ് ഉണ്ട്, 3 ടൈപ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻസൈഡ് ദി പോണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇതിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്: എയറോബിക് പോണ്ട്സ്, അനേറോബിക് പോണ്ട്സ്, ഫാക്കൽറ്റേറ്റീവ് പോണ്ട്സ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എയറോബിക് പോണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ, റൈറ്റ്? ഓക്സിജൻ ഉണ്ടെങ്കിൽ, അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന ബാക്ടീരിയ മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ, എയറോബിക് ബാക്ടീരിയാസ് എന്ന് പറയും. അപ്പൊ എയറേഷൻ പ്രോപ്പറായിട്ട് ഓക്സിജൻ ഉണ്ടാവണം. അത്തരത്തിൽ പോണ്ട്സ് തന്നെയാണ് നമ്മൾ എയറോബിക് പോണ്ട്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആൽഗേ പോണ്ട്സ് എന്ന് പറയും. ഓക്കെ, ആൽഗേ പോണ്ട്സ്. അപ്പൊ ഈ ഒരു പോണ്ടിൽ ഓക്സിജൻ സപ്ലൈ ഫുൾ ആയിട്ട് ഉണ്ടാവണം. സോ ഓട്ടോമാറ്റിക്കലി ദ പോണ്ട് വിൽ ബി വെരി ഷാലോ. Okay, with the depth less than 0.5 meter. 0.5 meter അല്ലെങ്കിൽ maximum it can go up to 1 to 1.2 meter. അത്രയ്ക്കേ പോകാൻ പാടുള്ളൂ. കാരണം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ 1 മീറ്ററിലേക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി അഷ്യൂർ ചെയ്യണം പ്രോപ്പർ ഓക്സിജൻ സപ്ലൈ ഈസ് ഓവർ ദേ. ഓക്കെ, അത് മാക്സിമം സൺലൈറ്റ് ഉണ്ടാവണം, മാക്സിമം അപ് ടു ദിസ് ഡെപ്ത് പ്രോപ്പറായിട്ട് സൺലൈറ്റ് പെനിട്രേഷൻ ഉണ്ടാവണം, മാക്സിമം ലൈറ്റ് പെനിട്രേഷൻ ഉണ്ടാവണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പോണ്ടിനാണ് നമ്മൾ എയറോബിക് പോണ്ട് പറയുന്നത്. ഇതിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ 2.5 to 5 മീറ്ററിലേക്ക് പോകുമ്പോൾ അനേറോബിക്, അത് ലാർജർ ഡെപ്ത് ആകുമ്പോഴേക്കും പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല, സൺലൈറ്റ്
പെനിട്രേഷനും ഉണ്ടാവില്ല. അത്തരത്തിലേക്ക് വരുമ്പോഴേക്കും അനേറോബിക് ബാക്ടീരിയയുടെ ഹെൽപ്പോടെ അനേറോബിക് ഡികമ്പോസിഷൻ ആണ് ഇവിടെ ഉണ്ടാവുക. അത്തരത്തിലുള്ള പോൺസ് നമ്മൾ അനേറോബിക് പോൺസ് എന്ന് പറയും. അവിടെ ഹൈ സ്ട്രെങ്ത് വേസ്റ്റ് ഡികമ്പോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അനേറോബിക് ബാക്ടീരിയാസ് യൂസ് ചെയ്യാം. ഇനി ഇൻ ബിറ്റ്വീൻ നമ്മൾ പറഞ്ഞു 1 to 0.1 വരെ 0.5 to 1 വരെ അറോബിക് ബാക്ടീരിയയും 2.5 above anaerobic bacteria എന്ന് പറയും. അതിന് ഇൻ ബിറ്റ്വീൻ ഒരു ഡെപ്ത് ഉണ്ട്. അത്തരത്തിൽ വേർ എ മിക്സ് കണ്ടീഷൻ ഓഫ് ബോത്ത് aerobic and anaerobic condition prevails. അവിടെയുള്ളതാണ് facultative forms where bacteria are known as facultative bacteria. അത്തരത്തിലുള്ള പോണ്ടിനെ നമ്മൾ ഫാക്ടേറ്റീവ് പോൺസ് എന്ന് പറയും. ബോത്ത് അതായത് എറോബിക് കണ്ടീഷനും ഉണ്ടാവും അനറോബിക് കണ്ടീഷൻസും ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് സ്റ്റെബിലൈസേഷൻ പോൺസിലുള്ള 3 ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് എയറോബിക് പോൺസ്. ദ ഫസ്റ്റ് വൺ എയറോബിക് പോൺസ്. അപ്പോൾ എയറോബിക് പോൺസ് ആണ് നമ്മൾ പറഞ്ഞു ഡിസോൾവ് ഓക്സിജനിലാണ് ഇത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഡെപ്തിൽ ഡിസോൾവ് ഓക്സിജൻ ഉണ്ടാവണം, പ്രോപ്പർ സൺലൈറ്റും ഉണ്ടാവണം. അപ്പോൾ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന 2 മെയിൻ ആൾക്കാരാണ്. ഒന്ന് അയറോബിക് ബാക്ടീരിയ, രണ്ടാമത്തത് ആൽഗെ. ഓക്കെ, ഇവരുടെ മ്യൂച്വൽ സിംബയോസിസ് ഉണ്ടാവുന്ന ഡികമ്പോസിഷൻ പ്രോസസ് ആണ്. സോ ദീസ് എയറോബിക് പോൺസ് ആർ ഓൾസോ നോൺ ആസ് ആൽഗെ പോൺസ്. Okay, algae like other plants emit or dissolved oxygen as byproduct of photosynthesis. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ during sunlight, during daytime, during sunshine, they will produce oxygen during photosynthesis. Okay, ഈ ഓക്സിജൻ എവിടേക്കാണ് dissolved ആയിട്ടുണ്ടാവുക? In water. Okay, other than that, the wind blowing over the surface of water will also make oxygen to be absorbed into the water. അങ്ങനെ നടക്കാം. അതല്ലെങ്കിൽ മെക്കാനിക്കൽ എറേഷൻ കൊടുക്കാം, അതല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് എറേഷൻ കൊടുക്കാം. ഇത്തരത്തിൽ നമ്മൾക്ക് നിലവിലുള്ള പോൺസിൽ എറോബിക് കണ്ടീഷൻ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, മെയിൻലി ആൽഗെ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവും. അതല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിലൊക്കെയാണ് നമുക്ക് മെക്കാനിക്കൽ എറേഷനിലേക്ക് പോവാം, ഡിഫ്യൂസ്ഡ് എറേഷനിലേക്ക് പോവാം, അല്ലെങ്കിൽ നാച്ചുറൽ വിൻഡ് സപ്ലൈയിലേക്കും നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ എയറോബിക് കണ്ടീഷൻ പ്രിവെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ യൂസ് ചെയ്ത് നമ്മുടെ സീവേജ് വരുന്ന സീവേജും ഉണ്ടാവും. സീവേജ് വിൽ ബി ദർ. ഓക്കെ, വാട്ട് the bacteria, aerobic bacteria will be what they will do is by consuming oxygen and the organic material present in the sewage. Okay, they will stabilize these organic materials, okay, by oxidizing them into nitrites and carbon dioxide. Bacteria using oxygen and consuming these organic materials, they convert into nitrites and carbon dioxide. അതേസമയം എന്ത് ചെയ്യും അവർ ഫെർദർ ഓക്സിജൻ കൺസംഷൻ വഴി ഫെർദർ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ, ഗ്രോത്ത് ഓഫ് ന്യൂ സെൽസ്, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ സെൽസ് ഓൾസോ വിൽ ബി ഡൺ. അതേ കാർബൺ ഡൈ ഓക്സൈഡോ അമോണിയം യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നൈട്രേറ്റ്സും യൂസ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് what algae will do, they will do the photosynthesis process. Okay, photosynthesis process vary new cells and develop, more algae growth will be occurring. At the same time they will be releasing oxygen. This oxygen will be again used by bacteria for further decomposition of sewage. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ എയറേറ്റഡ് ലഗൂൺ, എയറേറ്റഡ് പോൺസ് അല്ലെങ്കിൽ ആൽഗെ പോൺസിന്റെ ഈ പ്രോസസ്സിനെ നമ്മൾ ബാക്ടീരിയ ആൽഗെ symbiosis എന്ന് പറയും. ഓക്കെ, ബാക്ടീരിയ ആൽഗൽ സിംബയോസിസ്. ഓക്കെ, now the second one, anaerobic ponds. Anaerobic pondsന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ there will be no dissolved oxygen, light penetration ഉണ്ടാവില്ല. Okay, so this will be about 2.5 meters, about 3 meter depth ഉണ്ടാവും. അപ്പോൾ ഡിറ്റൻഷൻ ടൈം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 to 50 ഡേയ്സ് ഒക്കെയാണ് നമ്മൾ ഡിറ്റൻഷൻ ടൈം കൊടുക്കുക. അനേറോബിക് ബാക്ടീരിയ ആണ്, നോ റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ, ഡിസോൾവ് ഓക്സിജന്റെ ആവശ്യമില്ല. ഇവർ എവിടെന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി യൂസ്ഡ് ബൈ ദ കെമിക്കലി, എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കലി ഓർഗാനിക് മെറ്റീരിയൽസിലുള്ള ഓക്സിജൻ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡിസോൾവ് ഓക്സിജന്റെ ആവശ്യമില്ല. ഓർഗാനിക് മെറ്റീരിയൽസിലുള്ള കെമിക്കലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും അവർ യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഈ എയറോബിക്
ponds, sorry, anaerobic ponds നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനാറോബിക് കണ്ടീഷനിൽ അനാറോബിക് ഡിക്കമ്പോസിഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജർ ഡെപ്തിലായിട്ട് നമ്മൾ ചെയ്യുക. ഏറ്റവും ടോപ്പ് ഒരു മൈന്യൂട്ട് ലെയറിൽ ഒരു പക്ഷേ എയറോബിക് ലെയർ ഉണ്ടാവുക. അതർ ദാൻ ദാറ്റ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി അനാറോബിക് കണ്ടീഷൻ. ആ ടോപ്പ് ലെയറിലേക്ക് ഒരു സ്കം ഡെവലപ്മെന്റ് കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സ്കം ഡെവലപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കം കവർ ഡെവലപ്പ് ചെയ്യുക, ദാറ്റ് വിൽ ബി മിനിമൈസിങ് ദി ഒഫൻസീവ് ഓർഡേഴ്സ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബ്ലോക്ക് ദ ട്രാൻസ്ഫർ ഓഫ് ഡിസോൾവ് ഓക്സിജൻ. ആ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യുന്നത് തടയും കൂടി ചെയ്യും. പ്രോപ്പറായിട്ട് അനാറോബിക് സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി കംപ്ലീറ്റ് ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത് പറഞ്ഞാൽ 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ വിൽ ബി വർക്കിംഗ്. They will decompose the basic dissolved organic waste into organic acid. It is first stage reaction. Acid producing bacteria എന്ത് ചെയ്യും? Dissolved organic waste നെ organic acids ആയിട്ട് മാറ്റും. രണ്ടാമതാണ് എന്ത് ചെയ്യുന്നത്? The methane producing bacteria will be converting these organic acids into end products like methane, carbon dioxide and water. ഇത്തരത്തിലാണ് അനാറോബിക് ഡികമ്പോസിഷൻ നടക്കുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ, രണ്ടാമത് ചെയ്യുന്നത് ഏതാണ്? Methane producing bacteria. Okay, so this is a typical view of anaerobic ponds. Okay, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ടാകും, മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ടാകും. രണ്ടും വർക്ക് ചെയ്തിട്ടാണ് ഈ ഓർഗാനിക് ആസിഡ്സിന് എന്ത് ചെയ്യുന്നത്? സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മീഥേൻ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടറിലേക്ക് മാറ്റുന്നത്. So now the third one is facultative ponds. Facultative ponds പറഞ്ഞാൽ it will be having both features of both aerobic and anaerobic ponds. അപ്പോൾ ഒരു ടിപ്പിക്കൽ പോണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിൽ ഉണ്ടാവുക അനേറോബിക് കണ്ടീഷനാണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക എയറോബിക് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ട്രാൻസിഷൻ ഫേസ് ഉണ്ട്. ഇത് നമ്മൾ ഫാക്കൾട്ടേറ്റീവ് സ്റ്റേജ് എന്ന് തന്നെ പറയും. ഓക്കെ, so typically on the upper layer will be aerobic. അപ്പോൾ ഇവിടെ upper layer എന്ത് ചെയ്യും? aerobic decomposition നടക്കുക. Okay, so the influent organic matter ഇത് രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യും. ഒന്നിക്കൽ ബൈ മീഥേൻ ഫെർമെന്റേഷൻ, ബൈ മീഥേൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ താഴെ ലെയറിൽ എന്ത് ചെയ്യും? ഓർഗാനിക് മാറ്ററിന്റെ സ്റ്റെബിലൈസേഷൻ നടക്കും. അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഓക്സിഡേഷൻ ആൻഡ് എയറോബിക് ബാക്ടീരിയ ടോപ്പ് ലെയേഴ്സിലുള്ള എയറോബിക് ബാക്ടീരിയ വഴി ഡികമ്പോസിഷൻ നടക്കും. ഇനി facultative zoneലാണെങ്കിൽ facultative bacteria will oxidize the incoming organism. മുകളിൽ നിന്ന് influent water വരുന്ന organism അത് decompose ചെയ്യും. At the same time, okay, the products whatever coming from the anaerobic decomposition അതിനെ stabilize ചെയ്യും. അത്തരത്തിലായിരിക്കും ഒരു facultative bacteria will be working. So see here, this is the anaerobic zone. Anaerobic zone there will be no DO, dissolved oxygen and no sunlight. Anaerobic bacteria work ചെയ്യുന്നുണ്ടാവുക. Facultative zoneലാണെങ്കിൽ there will be some very small amount of DO and some sunlight. Okay, and the aerobic zone full supply of the DO will be there and proper sunlight will be there. Okay, അപ്പോൾ ഈ aerobic bacteria വർക്ക് ചെയ്യുന്നിടത്ത് algae production ഉണ്ടാവും. So there will be the algae bacteria symbiosis will be working over there in the top layer. ഇത്തരത്തിൽ ഈ 3 സ്റ്റേജും വർക്ക് ചെയ്യുന്ന ലഗൂൺസിനെ, വർക്ക് ചെയ്യുന്ന പോൺസിനെ നമ്മൾ facultative ponds or facultative lagoons എന്ന് പറയും. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് ടൈപ്പാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഓക്സിഡേഷൻ ഡിച്ച് ആയിരുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റെബിലൈസേഷൻ പോണ്ട് ഓർ ഓക്സിഡേഷൻ പോണ്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് എയറേറ്റഡ് ലഗൂൺസ് ആണ്. ഓക്സിഡേഷൻ പോണ്ടിലാണ് ബൈ നാച്ചുറൽ ആക്ടിവിറ്റിയിലാണ് എല്ലാ എയറേഷൻ പ്രോസസ്സും ഒക്കെ നടക്കുന്നത്. നേരെ മറിച്ച് അത്തരത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ലഗൂൺസിനെയാണ് നമ്മൾ എയറേറ്റഡ് ലഗൂൺസ് പറയുന്നത്. എയറേഷൻ ആൻഡ് മിക്സിംഗ് പ്രൊവൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഫോർ ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, when oxidation by algae and being mixing are not sufficient. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഒരു ഓക്സിഡേഷൻ പോണ്ടിലെ ഓക്സിജനേഷൻ ബൈ algae and being mixing അത് സഫീഷ്യന്റ് അല്ലാത്ത ഒരു സ്റ്റേജിൽ വരുമ്പോഴേക്കാണ് നമ്മൾ എയറേറ്റഡ് ലഗൂൺസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊരു ഓക്സിഡേഷൻ പോണ്ടിന്റെ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ടൈപ്പാണ്. ഓക്കെ, around 2.5 to 4 meter can be used. less land requirement ആണ്, greater depth ആണ്, സ്മോൾ ഡിറ്റൻഷൻ ടൈം മാത്രം മതി. ഇത് തന്നെ നമ്മൾ രണ്ട് രീതിയിൽ യൂസ് ചെയ്യും. ഒന്നുകിൽ കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർഷ്യലി മിക്സ് ചെയ്യുന്ന രീതിയിൽ. സോ ഇഫ് യു
go for the complete mix aerated lagoons, it will be having a greater amount of aeration and it will keep all solids in suspension. Okay. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഫുള്ളായിട്ട് എയറേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ എയറോബിക് നേച്ചർ ആയിരിക്കും. നമ്മൾ രണ്ട് യൂണിറ്റ്സ് യൂസ് ചെയ്യും. ഫസ്റ്റ് യൂണിറ്റ് സി വിൽ ബി ഫോർ എയറേഷൻ ആൻഡ് സെക്കൻഡ് വിൽ ബി ഫോർ മിക്സിംഗ്. സെക്കൻഡ് വിൽ ബി ഫോർ സെറ്റിംഗ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ എയറേഷൻ കൊടുക്കും, പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് എയറോബിക് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്ത് എല്ലാ മെറ്റീരിയലിനും സസ്പെൻഷനിൽ കൊടുത്തു കഴിഞ്ഞ് പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസേഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ നടന്നതിന് ശേഷം സെക്കൻഡ് പോണ്ടിലായിരിക്കും സെറ്റിലിംഗ് നടക്കുന്നത്. ഓക്കെ. പക്ഷേ ഇവിടെ ആക്ടിവിറ്റഡ് സ്റ്റഡ്സിൽ ചെയ്യുന്ന പോലെ arrangement, repassing of sludge back to the inlet tank വരുന്നില്ല. No recirculation will be there. Okay. Once നമ്മൾ aeration tank അത് മിക്സ് ചെയ്തതിന് ശേഷം സെറ്റിലിംഗ് ടാങ്കിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യും, അവിടെ നിന്ന് അത് ഡിസ്പോസ് ചെയ്യും. അത്രേ ഉള്ളൂ. So the solid concentration will be around 60 to 300 milligram per liter and detention time will be around 10 days. Oxygen requirement will be around 1 kilogram per kilogram of BOD of 5 days and the BOD removal will be around 75 to 85%. Partially mixed ആണെങ്കിൽ ഇവിടെ facultative aerated lagoonsന് അതേ രീതിയിലേക്കാണ്. ലോ റേറ്റ് ഓഫ് എയറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ടോപ്പ് ലെയറിൽ മാത്രമേ മിക്സിംഗ് നടക്കുന്നുണ്ടാവുള്ളൂ. ടോപ്പ് ലെയറിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സോളിഡ്സ് സസ്പെൻഷൻ ഫോമിൽ ഉണ്ടാവുക. സോ ഇറ്റ് വിൽ നോട്ട് കീപ് ദി എൻറ്റയർ പോണ്ട് ഇൻ സസ്പെൻഷൻ. താഴെയുള്ള ലെയർ എന്ത് ചെയ്യും, അവിടെ സസ്പെൻഷൻ ഇല്ലാതെ സെറ്റിൽമെന്റ് സ്റ്റേജിലേക്ക് പോകും. ടോപ്പ് ലെയറിലാണ് മിക്സിംഗ് എയറേഷൻ കൊടുക്കുന്നത്. സോ ദ ടോപ്പ് ലെയർ വിൽ ബി എയറോബിക്. ഓക്കെ. താഴത്തേക്ക് എന്തായിരിക്കും, അനേറോബിക് ആണ്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, ഫാക്കൽറ്റേറ്റീവ് aerated lagoons ആണെന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് സീവേജ് സോളിഡ്സ് വിൽ ബി സെറ്റിംഗ് ഡൗൺ. ആ സീവേജ് സെറ്റിൽ ചെയ്യുന്ന ആ പോർഷനിൽ എന്തായിരുന്നു, വിൽ ബി നോ സപ്ലൈ ഓഫ് എയർ, നോ സപ്ലൈ ഓഫ് ഓക്സിജൻ, നോ സപ്ലൈ ഓഫ് ലൈറ്റ്. സോ ദ അനേറോബിക് സിറ്റുവേഷൻ വിൽ ബി ഡെവലപ്പിംഗ് ഓവർ ദെയർ ഇൻ ദി ബോട്ടം. അപ്പോൾ ഇത്തരത്തിൽ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് ഡികമ്പോസിഷൻ നടക്കുന്ന രീതിയിലാണ് പാർഷ്യലി മിക്സ്ഡ് എയറേറ്റഡ് ലഗൂൺസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസ് എന്ന്. Stable suspended solid concentration will be around 30 to 150 milligram per liter. Around detention time will be around 5 days. Oxygen requirement will be a maximum of 1 kilogram per kilogram of BOD for 5 days. And BOD removal will be around 75 to 90%. So these are all about the 3 different types of biological treatment process, distillation treatment process. The first one is oxidation ditch. Second one is oxidation pond or stabilization ponds. അതിൻ്റെ അകത്ത് നമ്മൾ 3 എണ്ണം കണ്ടു, aerobic, anaerobic and facultative ponds. മൂന്നാമതാണ് aerated lagoons. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ 2 എണ്ണം കണ്ടു, complete mix and partially mixed. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കും.